ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഈ കഥ പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ്. ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ കിളികൾ പാറും, ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. സോ അത് കേൾക്കാൻ ഓക്കെ ആണെങ്കിൽ മാത്രം കഥ കേട്ടാൽ മതി കേട്ടാ. കഥയെക്കുറിച്ച് സിമ്പിൾ ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ, കാണാതായ തന്റെ അച്ഛനെ തേടിക്കൊണ്ട് ഒരു ഗ്രാമത്തിലെ പഴയ കാട്ടിലേക്ക് നമ്മുടെ കഥാനായിക വരികയാണ്. അവളുടെ അന്വേഷണങ്ങൾ പിന്നീട് അവളെ എത്തിച്ചത് ഉപേക്ഷിക്കപ്പെട്ട പഴയ ഒരു വലിയ ലാബിലേക്കായിരുന്നു. അവിടെ നടത്തിയിരുന്ന വലിയൊരു പ്രൊജക്റ്റിലേക്കായിരുന്നു, ടാങ്കിൾ ജെനസിസ്. പിന്നീട് അവൾ മനസ്സിലാക്കിയ രഹസ്യങ്ങൾ, സത്യങ്ങൾ, അത് സങ്കല്പങ്ങൾക്കും അതീതമായിരുന്നു കേട്ടോ. അതായത് ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെല്ലാം അതീതമായിരുന്നു. ഒരു ചെറിയ സാധാരണ മിസ്സിംഗ് കേസ്, അതിന്റെ പിറകാലെ പോയിട്ട് അവൾ എത്തിപ്പെട്ടത് എന്തിലേക്കൊക്കെയാണെന്നറിയോ? വേം ഹോള്, ബ്ലാക്ക് ഹോള്, ടൈം ട്രാവലിംഗ്, ഐസ് ഏജ്, സോംബികള്, അതുപോലെ തന്നെ ഏലിയൻ സിവിലൈസേഷൻ, അവരുടെ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കിടിലൻ കഥ. പക്ഷേ 100 110% ഉറപ്പാണ്, കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് കൺഫ്യൂഷൻ ആവും. സോ പറയുന്ന ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ക്യാച്ച് ചെയ്യണം കേട്ടോ. പിടുത്തം വിട്ടുപോയാൽ പിന്നെ ഈ കഥ ഒന്നും മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. സോ ധൈര്യമായിട്ട് ഇത് കേൾക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കഥ കേട്ട് തുടങ്ങിക്കും. പിന്നെ വയനാട്ടിലേക്ക് ക്യാമ്പിങ്ങിന് വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തു. 1000 രൂപയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ക്യാമ്പിങ്ങിന്റെ ചാർജ്. ഫുഡും അതുപോലെ തന്നെ ആക്ടിവിറ്റികളും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നേരെ കഥയുടെ ഈ മായ ലോകത്തിലേക്ക് പോവുകയല്ലേ. വർഷം 1992. പുറം ലോകവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ഒരു ഗ്രാമം. ആ നാടിനും ആ നാട്ടിലെ ആളുകൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ. ചിലപ്പോൾ അതൊക്കെ അന്ധവിശ്വാസമായിരിക്കാം, ചിലപ്പോൾ അതൊക്കെ പണ്ട് യഥാർത്ഥത്തിൽ നടന്ന കഥകളായിരിക്കാം. എന്തായാലും ആ ഗ്രാമത്തിലുള്ളവർ വിശ്വസിക്കുന്നത് അവരുടെ ഈ ഗ്രാമത്തിന്റെ സംരക്ഷണം, ഗ്രാമത്തിലുള്ള എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നത് കാട്ടിലെ തിളങ്ങുന്ന അപൂർവമായ ആ ഒരു മോതിരം കാരണമാണെന്ന. എന്നാൽ ഇന്ന് ഈ ഗ്രാമത്തിന് ആ സംരക്ഷണം ഇല്ല. കാരണം ആ മോതിരം ആഗ്രഹിച്ച ചില ആളുകൾ അത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു, അതിന്റെ ശക്തി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഗ്രാമത്തിന്റെ സംരക്ഷണത്തിനായി എല്ലാ വർഷവും ഒരു പ്രത്യേകതരം ചടങ്ങ് നടക്കാറുണ്ട്. ഒരു ഉത്സവം പോലെ ഈ മാംസമെല്ലാം ഉപയോഗിച്ച് ഒരു പ്രത്യേകതരം പാവയുണ്ടാക്കി അവർ ആ ഒരു പൂജയെല്ലാം നടത്തി ഇത് കാടിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കും. അങ്ങനെ ആ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് പുറത്ത് ജോലി ചെയ്തിരുന്ന ഷിയോങ്ങും അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ടോമും അതുപോലെ തന്നെ അവരുടെ മകളായിട്ടുള്ള സ്റ്റെല്ലയും കൂടെ ഇന്ന് ആ ഉത്സവത്തിലേക്ക് വന്നിട്ടുണ്ട്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അവസാനം ആ പാവ കൊണ്ടുപോയിട്ട് കാടിനുള്ളിലെ ഒരു പ്രത്യേക ഭാഗത്ത് വെക്കുകയാണ്. വീണ്ടും ചില പൂജകളും കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ നേരത്താണ് കാടിനുള്ളിൽ വെച്ച് ഒരു വല്ലാത്ത തരം കരച്ചില് എല്ലാവരും കേൾക്കുന്നത്. എല്ലാവരും പേടിച്ചുപോയി. വേഗം തന്നെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. ഈ കാര്യമെല്ലാം നമ്മുടെ കുഞ്ഞായിട്ടുള്ള സ്റ്റെല്ല ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ എല്ലാവരും ഭയന്നുകൊണ്ട് കാട് വിട്ട് പോകുമ്പോൾ ഒരാള് മാത്രം കാടിന്റെ ഉള്ളിലേക്ക് പോവാണ്. അത് മറ്റാരുമല്ല, അവളുടെ അങ്കിൾ ജോൺ ആയിരുന്നു. എന്നാലും എല്ലാവരും ഭയന്ന് പുറത്തേക്ക് പോകുമ്പോൾ അങ്കിൾ ജോൺ മാത്രം എന്തിനായിരിക്കും കാട്ടിലേക്ക് പോയത് എന്നൊരു സംശയം അവളുടെ ഉള്ളിൽ കൊടുങ്ങുകയാണ്. അങ്ങനെ രാത്രി സ്റ്റെല്ലയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവളുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ചോദ്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കെ രാത്രി ആരോ നടക്കുന്നത് പോലെ അവൾക്ക് തോന്നിയിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ മറ്റാരുമല്ല, അവളുടെ അച്ഛൻ തന്നെ. ടോം ആണെങ്കിൽ ആരും തന്റെ പിന്നിലില്ല എന്ന് ഉറപ്പുവരുത്തി പതിയെ കാടിന്റെ ഉള്ളിലേക്ക് പോവായിരുന്നു. എന്നാൽ അയാൾ പോലും അറിയാതെ അയാളുടെ കൂടെ നമ്മുടെ സ്റ്റെല്ലയും പോകുന്നുണ്ടായിരുന്നു. ഇതേ നേരം തന്നെ ടോം നേരെ പോയിരിക്കുന്നത് രാവിലെ ഈ മാംസം ഉപയോഗിച്ച് പാവകളെ ഉണ്ടാക്കി വെച്ച ആ ഒരു സ്ഥലമുണ്ടല്ലോ, കാടിന്റെ ആ ഭാഗത്തേക്കാണ്. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ മാംസങ്ങളെല്ലാം ചിന്നി ചിതറി മരത്തിന്റെ മുകളിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മൃഗത്തിന്റെ അലർച്ചയും ഇപ്പൊ ടോം കേൾക്കുന്നുണ്ട്. ഒരു മിന്നായം പോലെ അതിനെ കണ്ട് ഭയന്ന് നിൽക്കുകയാണ് ടോം. അതേ സമയത്താണ് നമ്മുടെ സ്റ്റെല്ലയും അങ്ങോട്ടേക്ക് അച്ഛാന്ന് വിളിച്ചു വരുന്നത്. ശരിക്കും മകളെ ആ നേരത്ത് അവിടെ കണ്ടപ്പോ ടോം ഞെട്ടിപ്പോയി കേട്ടോ. എന്തിനാ നീ എന്റെ പിറകാലെ വന്നേന്നൊക്കെ സ്റ്റെല്ലോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാ. അച്ഛൻ എന്തിനാ ഈ നേരത്ത് കാട്ടിലേക്ക് വന്നേ ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ, നീ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് കാടിന്റെ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു വെളിച്ചം കാണുന്നുണ്ട്. പക്ഷെ വ്യക്തമല്ല അത് എന്താണെന്ന്. എന്നാൽ അതിന്റെ അടുത്തേക്ക് സ്റ്റെല്ലയെ കൂട്ടിക്കൊണ്ട് ടോം പോകുന്നില്ല. പകരം കാടിന്റെ ഉള്ളിലായിട്ട് ഒരു മരത്തിന്റെ വീട് കണ്ടായിരുന്നു. ആ വീട്ടിന്റെ ഉള്ളിലേക്ക് മകളെ കൊണ്ടിരുത്തിയിട്ട് പറയാണ്, മോളെ നീ ഇവിടെ ഇരിക്കേ, തൽക്കാലം ഈ വാക്കി ടോക്കി കയ്യിൽ വെക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അച്ഛൻ പറയുന്ന കോഡ് നീ പറഞ്ഞാൽ മതി, ബ്രേവോ 125. അച്ഛൻ നിന്റെ അടുത്തേക്ക് വന്നോളാം കേട്ടോ. ആ സമയത്ത് ഇത് പറഞ്ഞുകൊണ്ട് നേരെ ടോം ചെല്ലുന്നത് ആ പ്രകാശം കണ്ട ഭാഗത്തേക്കാണ്. ആ പ്രകാശം വരുന്നത് ഇപ്പൊ എവിടുന്നാണെന്ന് വ്യക്തമായി കാണിക്കുന്നുണ്ട്. കുറച്ചധികം റിങ്ങുകൾ അത് ആ ഒരു എയറിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നാണ് ഇത്രയും തീവ്രമായിട്ടുള്ള ഈ പ്രകാശം വരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു നടക്കുന്ന ആ പഴയ കെട്ടുകഥകളിൽ എന്തൊക്കെയോ ചില സത്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണ് ടോം. ഇപ്പൊ ടോമിന്റെ കയ്യിൽ ഒരു പ്രത്യേകതരം ബ്രേസ്ലെറ്റ് ഇട്ട്, അതൊരു ബ്രേസ്ലെറ്റ് അല്ല, ഒരു മെഷീനാണ്. അതിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഈ ചെറിയ മോതിരങ്ങൾ എടുക്കാനായിട്ട് അയാൾ കൈകൾ മുകളിലേക്ക് ഉയർത്തുകയാണ്. ഇതേ നേരം തന്നെ നേരത്തെ മിന്നായം പോലെ കണ്ട ആ ഒരു മോൺസ്റ്റർ അങ്ങോട്ടേക്ക് വരികയാണ്. അതിനെ കണ്ട് ഭയന്ന് അതിന് നേരെ ഗണ്ണും ചൂണ്ടുന്നുണ്ട് ടോം. എന്നാൽ ഇതേ നേരം തന്നെ ആ ഒരു മോതിരങ്ങളെല്ലാം പെട്ടെന്ന് കറങ്ങി ഒരു സ്പിയർ പോലെ ആകുന്നുണ്ട്. പരമാവധി അത് തന്റെ കൈകളിലേക്ക് ടോം എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് അവന്റെ അടുത്തേക്ക് വരുന്നില്ല. ആ സമയത്ത് വാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിട്ട് അവൻ അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് മുകളിലേക്ക് പോയ ആ ഒരു സ്പിയർ പെട്ടെന്ന് ഒരു തരം ഒരു ഷൂട്ടിംഗ് ഉണ്ടാക്കുകയാണ്. ചെറിയ രീതിയിലല്ല, അങ്ങ് സ്പേസിലേക്ക് വരെ എത്തുന്ന രീതിയിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ബീം. ഇത് കണ്ടപാട് തന്നെ ആ ഒരു മോൺസ്റ്റർ
അവിടുന്ന് പേടിച്ചോടുന്നുണ്ട്. മാത്രമല്ല തന്റെ വീട്ടിലിരുന്നുകൊണ്ട് അങ്കിൾ ജോണും ഈ ഒരു കാഴ്ച കാണുകയാണ്. എന്നാൽ അയാളുടെ മുഖത്ത് ഒരു അമ്പരപ്പല്ല. അയാൾ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അയാൾ വീട് വിട്ട് ഇറങ്ങുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. ഇതേ നേരം തന്നെ കാട്ടിലെ ആ ഒരു മരത്തിന്റെ വീട്ടിനുള്ളിലിരിക്കുന്ന നമ്മുടെ സ്റ്റെല്ലയെ കാണിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞിട്ടും അവളുടെ അച്ഛനെ കാണാത്തത് കൊണ്ട് തന്നെ അവൾ നേരെ പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ നേരത്ത് സ്റ്റെല്ലയും അത് നേരിട്ട് കാണുകയാണ് കേട്ടോ. വളരെ തിളക്കമുള്ള ആ റിങ്ങുകൾ സ്പിയർ രൂപത്തിൽ നിന്നും അതിപ്പോ ആ റിങ്ങിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ്. അവളിപ്പോ അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ആ നേരത്ത് എന്തോ ഒന്ന് താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. ഒരു മൃതദേഹമാണ്. അവൾ ഓടിച്ചെന്ന് അത് അവളുടെ അച്ഛനാണെന്ന് നോക്കിയ സമയത്ത് അല്ല, വേറെ ആരുടെയും ഒരു ഡെഡ് ബോഡിയാണ്. ചെറിയ കുട്ടിയായിട്ടുള്ള സ്റ്റെല്ല ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നാൽ അധികം വൈകാതെ വീണ്ടും അതുപോലുള്ള ഒരുപാട് ശവങ്ങൾ മഴ പെയ്യുന്നത് പോലെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അവൾ വേഗം തന്നെ ആ മരത്തിന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ വാക്കി ടോക്കി ഓണാക്കി ബ്രേവോ 125 ബ്രേവോ 125 ആ കോഡ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ വീടിന്റെ മുകളിലേക്ക് വരെ ഇപ്പൊ ഒരു മൃതശരീരം വന്ന് വീഴുകയാണ്. പേടിച്ചു പോയ സ്റ്റെല്ല അവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. ഈ നേരത്താണ് അവിടെ നടക്കുന്ന ആ ഒരു കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ കാണിക്കുന്നത്. നേരത്തെ ആ സ്പിയറിൽ നിന്ന് പോയ ലൈറ്റ് ബീം ഉണ്ടല്ലോ, അത് സ്പേസിൽ ഒരു പോർട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ പോർട്ടലിലൂടെ മഴ പോലെ ഒരുപാട് മൃതദേഹങ്ങൾ താഴേക്ക് വീണുകൊണ്ടിരിക്കുക. ഇതേ നേരം തന്നെ കാട് വിട്ടോടി പുറത്തേക്ക് ഇറങ്ങിയ സ്റ്റെല്ല നേരെ ചെന്ന് പെടുന്നത് ഒരു കാറിന്റെ മുന്നിലാണ്. ഇതോടുകൂടിയിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു നടക്കുന്നത് പോലെ കുറെ മിത്തോ കെട്ടുകഥകളോ ഒന്നുമല്ല ഈ കാട്ടിൽ നടക്കുന്നത്. പ്യൂർ ആയിട്ടുള്ള എന്തോ ഒരു സയൻസുമായി ബന്ധപ്പെട്ട എന്തോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഏകദേശം ഉറപ്പായില്ലേ? കാരണം നമ്മൾ ഈ കണ്ട ലൈറ്റ് ബീം, അതുപോലെ തന്നെ ആ ഒരു വേം ഹോൾ പോലുള്ള ആ ഒരു പോർട്ടൽ, പിന്നെ ആ ഒരു മോൺസ്റ്റർ, ഇതൊന്നും പുരാണവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഒരുപാട് മിസ്റ്ററീസ് ഇതിന്റെ പിന്നിലുണ്ട്. സോ ആ കഥയിലേക്ക് നമുക്ക് പോകാം. പക്ഷെ എന്താണ് അതിനുശേഷം നടന്നെന്ന് കാണിക്കാതെ നമ്മളിപ്പോ നേരെ കൊണ്ടുപോകുന്നത് 2023 ബാങ്കോക്കിൽ കാണിക്കുകയാണ്. അവിടെ തന്നെ ഒരു സ്പേസ് റിലേറ്റഡ് കമ്പനിയിലാണ് നമ്മുടെ സ്റ്റെല്ല ഇപ്പൊ ജോലി ചെയ്യുന്നത്. എന്നാൽ അവളുടെ ബോസിന്റെ ഒരു മിസ്റ്റേക്ക് കാരണം അവളുടെ ജോലി പോയിരിക്കുകയാണ്. കുറച്ചു കാലം ഇനി ജോലിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ സ്റ്റെല്ലയുടെ വിവാഹം കഴിഞ്ഞു, ഡൈവോഴ്സും ആണ്. അതിലൊരു മകളുണ്ട്. മകളുടെ പേര് വേലെന്നാണ്. എന്തായാലും ജോലി പോയി ആ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് സ്റ്റെല്ലയ്ക്ക് ഒരു കോള് വരുന്നത്. അവളുടെ കൂട്ടുകാരനാണ് വിളിച്ചത്. അതായത് അവളുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, നാട്ടിലേക്ക് വരണം എന്ന് പറയണം. അതുകൊണ്ട് അവൾ നേരെ നാട്ടിലേക്ക് പോകണം. അവളെ കൂട്ടാനായിട്ട് ആ ഒരു കൂട്ടുകാരനും വന്നിട്ടുണ്ട്. അവന്റെ പേര് ഇതി എന്നാണ്. അവന്റെ കാറിൽ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റെല്ല ചില പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. അതായത് അന്ന് രാത്രിയിൽ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതോടുകൂടിയിട്ട് അവളുടെ അച്ഛനെ കാണാതായിട്ടുണ്ട്. അച്ഛൻ എവിടെ പോയി ആർക്കും അറിയില്ല. അന്ന് രാത്രി സ്റ്റെല്ലയുടെ അടുത്തേക്ക് വന്ന ആ ഒരു കാറ് അത് മറ്റാരുടേതും ആയിരുന്നില്ല, അങ്കിൾ ജോണിന്റെ കാർ തന്നെയായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ സ്റ്റെല്ല ഇന്നലെ രാത്രി കണ്ട എല്ലാ കാര്യങ്ങളും പറയാണ്. ഇതുപോലെ ഒരു വെളിച്ചം കണ്ടു, അതിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ശവങ്ങൾ താഴേക്ക് വീണു. എന്നാൽ അവളുടെ അമ്മയായിട്ടുള്ള ഷിയോങ്ങും അതുപോലെ തന്നെ അങ്കിൾ ജോണും കൂടെയുണ്ട്. അവര് പറയുന്നത് ഇല്ല മോളെ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അതൊക്കെ നിനക്ക് തോന്നിയതാണ്. പിന്നീട് വീണ്ടും സ്റ്റെല്ല പറയാണ് അച്ഛനെ കാണാനില്ല, അച്ഛൻ എന്തോ സംഭവിച്ചു. അപ്പൊ അവളുടെ അമ്മ പറയാണ് ഇല്ല മോളെ, അച്ഛൻ നമ്മളെ എല്ലാവരും ഉപേക്ഷിച്ച് പോയതാണ്, ഇനി അച്ഛനെ നോക്കണ്ടെന്ന് പറയാണ്. അവരത്രത്തോളം ചെറിയ കുട്ടിയായിട്ടുള്ള സ്റ്റെല്ലയെ ഈ ഒരു കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അവളത് വിട്ട് കളയാണ് കേട്ടോ. എന്തായാലും ഇതിനുശേഷം സ്റ്റെല്ല അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് തീരെ വയ്യ കേട്ടോ. മകളെ കണ്ടതും കുറെ സന്തോഷത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം സ്റ്റെല്ല നേരെ പോകുന്നത് അങ്കിൾ ജോണിന്റെ അടുത്തേക്കാണ്. അവിടെ അങ്കിൾ ജോണിന്റെ മകനായിട്ടുള്ള കോങ് ഉണ്ട് കേട്ടോ. കോങ്ങിന് സ്റ്റെല്ലയ്ക്ക് എപ്പോഴും കാണുമ്പോൾ അത്ഭുതമാണ്. അതായത് സ്റ്റെല്ല കുട്ടിയായിരിക്കുമ്പോൾ കോങ്ങിനെ കാണുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ തന്നെ ഇപ്പോഴും അതുപോലെ തന്നെ യാതൊരു മാറ്റവുമില്ല. ഈ ചെറുക്കിന് പ്രായമാകുന്നില്ല. ഇപ്പൊ അവളുടെ ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവം അവൾ ഓർക്കുകയാണ്. അതായത് അവളുടെ അച്ഛൻ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറെ വാളിപ്പിള്ളേര് വന്നിട്ട് അവളെ ശല്യപ്പെടുത്തുമായിരുന്നു. എന്നാൽ തന്റേടിയായ പെണ്ണായതുകൊണ്ട് തന്നെ അവരങ്ങനെ വന്ന് കളിയാക്കുമ്പോഴൊന്നും അവൾ തളരില്ല. മാത്രമല്ല ഈ പിള്ളേരെല്ലാം ഒരാളെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് പേടിച്ചോടും. അത് മറ്റാരുമല്ല, കോങ്ങാണ്. അതായത് അവള് കുട്ടിയായിരിക്കുമ്പോൾ കോങ്ങിനെ എങ്ങനെയാണോ കണ്ടത് ആ കോങ് ഇപ്പോഴും അതുപോലെ തന്നെ. അതുപോലെ തന്നെ സ്റ്റെല്ല ഉണ്ടല്ലോ, അവളുടെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആ വാക്കി ടോക്കി ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ബ്രാവോ 125 ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ ശീലം അവൾക്ക് ഇപ്പോഴും ഉണ്ട്. അച്ഛൻ അവസാനമായിട്ട് പറഞ്ഞ കാര്യമല്ലേ. സോ അതുകൊണ്ട് അവൾ ഇതിങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. എന്നാൽ അന്ന് രാത്രി ചുമ്മാ ഒരു രസത്തിന് നമ്മുടെ ഈ ഒരു സ്റ്റെല്ല ഇങ്ങനെ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് അതിനൊരു റിപ്ലൈ വരികയാണ്. ഞാൻ ടോമാണ്, എത്രയും പെട്ടെന്ന് ആ ഒരു ബ്രേസ്ലെറ്റ് അത് നിന്റെ കയ്യിലില്ലേ അതും എടുത്ത് അതുപോലെ തന്നെ ഞാൻ പറയുന്ന ആ ഒരു കോർഡിനേറ്റ് കൊടുത്ത് നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറയണം. അതായത് ടോം വിചാരിക്കുന്നത് അയാളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ ഭാര്യയായിട്ടുള്ള ഷിയോങ്ങിനോടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് കേൾക്കുന്നത് സ്റ്റെല്ലയാണ് കേട്ടോ. സ്റ്റെല്ല ഇത് കേട്ടപ്പോൾ ആകെ ഞെട്ടിപ്പോവാണ്. എന്നാൽ അച്ഛനോട് അങ്ങോട്ടേക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പോഴേക്കും ആ ഒരു കോള് ഡിസ്കണക്ട് ആയി പോവുകയാണ്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മയെ കണ്ട് സംസാരിക്കാനായിട്ട് സ്റ്റെല്ല അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാര്യം സ്റ്റെല്ല മനസ്സിലാക്കുന്നത്. അതായത് വർഷങ്ങൾക്ക് മുന്നേ സ്റ്റെല്ലയുടെ ചെറിയ പ്രായത്തിൽ നടന്ന ആ ഒരു സംഭവം, ആ ഒരു ഇൻസിഡന്റ് അത് റിയൽ ആയിരുന്നു. അതുപോലെ ടോം ഇവരാരെയും ഉപേക്ഷിച്ചു പോയതല്ല. അന്നുണ്ടായിരുന്ന ആ ഒരു ഇൻസിഡന്റിൽ സ്പേസിൽ എവിടെയോ അയാൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. നീ ഇവിടെ നിന്നും പഠിക്കാൻ പോയ ആ വർഷം മുതൽ തന്നെ ഞാൻ നിന്റെ അച്ഛനുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതായത് വർഷത്തിൽ ഒരു തവണ മാത്രം. അതായത് അദ്ദേഹം ഇപ്പൊ പെട്ടുകിടക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു മിനിറ്റ് പോകുമ്പോൾ നമ്മുടെ ഈ ലോകത്ത് ഭൂമിയിൽ ഒരു വർഷം പോകുന്നുണ്ട്. സമയം വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ആകാശത്തിന്റെ സ്പേസിന്റെ ഏതോ ഒരു ഭാഗത്ത് പെട്ടുകിടക്കുകയാണ്
വരികയാണ് നിന്റെ അച്ഛൻ. അദ്ദേഹത്തിന് അവിടുന്ന് രക്ഷപ്പെട്ട് വരണമെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ആ ഒരു ബ്രേസ്ലെറ്റും ആ കോർഡിനേറ്റും അതുപോലെ തന്നെ ടാങ്കിൾ ജെനിസിസ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അതും നീ ആക്ടിവേറ്റ് ചെയ്യണം. അതുള്ളത് ഇവിടെ തന്നെയുള്ള പട്ടാളക്കാരും അമേരിക്കൻ മിലിറ്ററിയും ഒരുമിച്ച് ചേർന്ന് ചെയ്ത ഒരു ലാബ് ഉണ്ട്, ഉപേക്ഷിക്കപ്പെട്ട ഒരു ലാബ്. ആ ലാബിലേക്ക് നീ ചെല്ലണം. അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ ആ പ്രൊജക്ട് ടാങ്കിൾ ജെനിസിസ് ഒന്നുകൂടെ ആക്ടിവേറ്റ് ചെയ്യണം. എന്നാൽ അവളുടെ അച്ഛൻ ടോം പറഞ്ഞ ആ ഒരു ബ്രേസ്ലെറ്റ് ഇപ്പൊ ഷിയോങ്ങിന്റെ കയ്യിലുള്ള, അതിപ്പോ ഉള്ളത് അങ്കിൾ ജോണിന്റെ കയ്യിലാണ്. എങ്ങനെയെങ്കിലും അങ്കിൾ ജോണിന്റെ കയ്യിൽ നിന്നും അത് എടുക്കണം. അപ്പൊ അതിനായിട്ട് കോങ്ങിന്റെ സഹായം ഇവർ ചോദിക്കുകയാണ്. എന്നാൽ കോങ് ആദ്യമൊന്നും അതിന് സമ്മതിച്ചില്ല, ഇതിന് പറ്റില്ല എന്ന് തന്നെ പറയാണ്. എന്നാൽ സ്റ്റെല്ല പറയാണ്, കോങ്ങെ നിനക്ക് ഇതുവരെയായിട്ടും വയസ്സാകുന്നില്ല, നീ ഒരേ പ്രായത്തിൽ തന്നെ നിൽക്കുകയാണ്, അതിന്റെ രഹസ്യം നമുക്ക് അറിയണ്ടേ, ഇതിന്റെ പിന്നിലൊക്കെ എന്തൊക്കെയോ ഉണ്ടടാ, അതുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക്, എങ്ങനെയെങ്കിലും നീ ആ ഒരു ബ്രേസ്ലെറ്റ് എടുക്കുമെന്ന് പറയാണ്. അങ്ങനെ സ്റ്റെല്ല നിർബന്ധിച്ചതുകൊണ്ട് അങ്കിൾ ജോൺ രാത്രി ഉറങ്ങുന്ന സമയത്ത് അയാളുടെ ആ ഒരു ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ഗണ്ണും ഇപ്പൊ കോങ് മോഷ്ടിക്കുകയാണ്. പിന്നീട് സ്റ്റെല്ല എല്ലാ കാര്യങ്ങളും അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഇതിയോടും പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി സ്റ്റെല്ല, കോങ് അതുപോലെ തന്നെ ഇതി, സ്റ്റെല്ലയുടെ മകളായിട്ടുള്ള വാലൻ, ഇവർ 4 പേരും നേരെ ഫോറസ്റ്റിലേക്ക് പോവാണ്. കയ്യിൽ ആ ഒരു ബ്രേസ്ലെറ്റും ഉണ്ട്. എന്നാൽ ആ കാട്ടിലൂടെ ഇവർ പോകുന്ന സമയത്ത് കാടിന്റെ 3 ഭാഗങ്ങളിലായിട്ട് പ്രകാശം കൊണ്ടുണ്ടായ ഒരു 3 വലയങ്ങൾ രൂപപ്പെടുന്നുണ്ട്. എന്നാൽ ഇവരതൊന്നും കാണുന്നില്ല കേട്ടോ. എന്തായാലും കാടിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ കാർ ഒരു ഭാഗത്ത് വെച്ച് മകളെ അതിന്റെ ഉള്ളിൽ ഇരുത്തിയിട്ടാണ് ബാക്കി 3 പേരും പോകുന്നത്. അതായത് വാലൻ മാത്രം ഇപ്പൊ കാറിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കാണ്. അങ്ങനെ ഇവര് 3 പേരും കാടിന്റെ പ്രകാശമുള്ള ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു റിങ്ങുകൾ കാണുകയാണ്. സ്റ്റെല്ല അവളുടെ കയ്യിലേക്ക് ആ ഒരു ബ്രേസ്ലെറ്റ് ഇട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ആ റിങ്ങുകൾ ഇപ്പൊ എടുക്കാൻ നോക്കുകയാണ്. ഇതേ നേരം തന്നെ വാലൻ പറയുന്നുണ്ട്, അമ്മേ കാറിന്റെ അടുത്ത് ആരൊരാൾ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയാണ്. അതൊരു സ്ത്രീയാണെന്ന് പറയണം. എന്നാൽ സ്റ്റെല്ല പറയണ, മോളെ അതൊരു തോന്നലായിരിക്കും, അല്ലാതെ ഈ നേരത്തെ ആര് വരാൻ അങ്ങോട്ടേക്ക്. പക്ഷേ വാലൻ പറഞ്ഞത് സത്യമായിരുന്നു, അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പതിയെ പതിയെ അവരിപ്പോ പോകുന്നത് സ്റ്റെല്ലയുടെ അടുത്തേക്കാണ്. ഇതേ നേരം തന്നെ സ്റ്റെല്ലയുടെ കൈകളിലേക്ക് ആ ഒരു മോതിരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിപ്പോ ഒരു സ്പിയർ രൂപത്തിലാണ്. എന്നാൽ അത് സ്റ്റെല്ലയുടെ കയ്യിൽ തട്ടിയ സമയത്ത് ഒരു വല്ലാത്തൊരു എനർജി അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ എനർജി ഇപ്പൊ ഇവരുടെ അരികിലേക്ക് വന്ന ആ ഒരു സ്ത്രീയുടെ ദേഹത്ത് തട്ടുകയാണ്. ഇവര് നോക്കി നിൽക്കെ ആ സ്ത്രീ ഇപ്പോ ഒരു മോൺസ്റ്റർ ആയിട്ട് രൂപം മാറുകയാണ്. അതായത് ഈ കാട്ടിൽ ഇങ്ങനെ പല തവണയായിട്ട് പലരും കണ്ട ആ ഒരു മോൺസ്റ്റർ സത്യത്തിൽ അതൊരു മനുഷ്യ സ്ത്രീയാണ്. എന്തായാലും അതിപ്പോ ഇവർ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കോങ് അവന്റെ കയ്യിലെ ഗണ്ണെടുത്ത് അതിനെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അവൻ ഇങ്ങനെ സ്വയം ഷൂട്ട് ചെയ്ത സമയത്ത് പെട്ടെന്ന് എന്തൊക്കെയോ ചില പഴയ കാര്യങ്ങൾ തലയിലൂടെ മിന്നി മറയുന്നതായിട്ട് അവന് തോന്നുകയാണ്. ആരും അവനെ വെടിവെക്കുന്നത് പോലെ, അവന്റെ കുറെ കൂട്ടുകാർ മരിക്കുന്നത് പോലെ, ആകാശത്തിൽ നിന്നും അവൻ താഴേക്ക് വീഴുന്നത് പോലെ പെട്ടെന്ന് തല കറങ്ങി അവൻ നിലത്ത് വീഴുന്നുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ സ്റ്റെല്ലയും ഇതയും കൂടിയിട്ട് അവനെ എടുത്തുകൊണ്ട് കാറിലേക്ക് വന്ന് കയറുക. വേഗം തന്നെ ഇവിടുന്ന് അവർ നേരെ പോകുന്നത് മിലിറ്ററി ഉപേക്ഷിച്ച ആ പഴയ ലാബിലേക്കാണ്. ഇവരിവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് അങ്കിൾ ജോൺ വരുന്നത് കേട്ടോ. എന്തായാലും ഇവരിപ്പോ ആ ഒരു ലാബിലേക്ക് എത്തിയിട്ടുണ്ട്. വേഗം അതിന്റെ ഉള്ളിലേക്ക് പോവാ. എന്നാൽ അങ്ങോട്ടേക്ക് കിടക്കുന്ന ആ ഒരു വാതിലുണ്ടല്ലോ, ആ വാതിലിന്റെ ഭാഗത്ത് തന്നെ ഒരു പ്രത്യേകതരം എനർജി ഉള്ളതായിട്ട് ഇവർക്ക് തോന്നി. എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് വന്നു. അവിടെ ഒരു മെഷീൻ കാണുകയാണ്. അവിടെ ആ ഒരു ബ്രേസ്ലെറ്റ് എല്ലാം വെച്ച് അത് പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടെ ഒരു ഹോളോഗ്രാം രൂപപ്പെടുകയാണ്. അതിലൂടെ ടോമിന് ഇവരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതായത് കഴിഞ്ഞ 30 വർഷമായിട്ട് ടോം എവിടെയോ പെട്ടുകിടക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ അച്ഛനായിട്ടുള്ള ടോം അമേരിക്കയിലെ CIA ഏജന്റ് ആണ്. ഇവിടെ നടന്ന ടാങ്കിൾ ജെനസിസ് എന്ന് പറഞ്ഞ ഒരു വലിയ പ്രൊജക്ട് ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു മെഷീൻ അത് റിക്കവർ ചെയ്തെടുക്കാനാണ് ടോം ഇങ്ങോട്ടേക്ക് വന്നത്. അതിനു വേണ്ടിയിട്ടാണ് അന്ന് കാട്ടിലേക്ക് പോയതും. പക്ഷെ അവിടെ നടന്ന ചെറിയൊരു ഇൻസിഡന്റിൽ ടോം സ്പേസിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതായത് ഒരു വേം ഹോൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ ഇയാൾ എങ്ങോട്ടോ എത്തിപ്പെട്ടു. ആ സ്ഥലം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന അഡ്വാൻസ് ആയിട്ടുള്ള ഏലിയൻ സിവിലൈസേഷൻ അവരുണ്ടാക്കി വെച്ച പഴയ ഒരു വലിയ സ്പേസ് ഷിപ്പ് ഉപേക്ഷിക്കപ്പെട്ടതാണ്. ഇപ്പൊ അത് ഉപയോഗത്തിലല്ല. അതിനുള്ളിലാണ് ടോം ഇപ്പൊ പെട്ടുകിടക്കുന്നത്. അതായത് ഭൂമിയിൽ 30 വർഷം കഴിഞ്ഞു പോയിട്ടും ഇവിടെ ആകെ 30 മിനിറ്റേ ആയിട്ടുള്ളൂ. മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ ഓക്സിജൻ അതുപോലെ തന്നെ ഫുഡ് ഇതെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അധികം നാൾ എനിക്ക് ഇതിന്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ സ്റ്റെല്ല പറയാണ്, അച്ഛന് വേണ്ടി ഞാൻ എന്തും ചെയ്യാം, ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അച്ഛനെ രക്ഷപ്പെടുത്താൻ പറ്റുക. ഇപ്പൊ ടോം പറയണ, മോളെ അത് അത്ര എളുപ്പമല്ല. പിന്നീട് എന്താണ് ഈ ടാങ്കിൾ ജെനിസിസ് എന്ന് ടോം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ഹോളോഗ്രാം വിഷ്വൽ പോലെ അത് അവിടെ കാണിക്കുന്നുണ്ട്. അതായത് അമേരിക്കൻ മിലിറ്ററിക്ക് വളരെ യാദൃശ്ചികമായിട്ട് പഴയ ഒരു ഡിവൈസ് കിട്ടി. വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഏലിയൻ സിവിലൈസേഷൻ ഉപേക്ഷിച്ചു പോയ ഒരു ഡിവൈസ്, ഒരു വലിയ ടെക്നോളജി തന്നെയായിരുന്നു അത്. അതായത് ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. പിന്നീട് ആ ഒരു മെഷീനെ ഡിവൈഡ് ചെയ്തിട്ടാണ് 5 റിങ്ങുകളും അതുപോലെ തന്നെ ആ ഒരു ബ്രേസ്ലെറ്റും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ശരിക്കും ഈ ഒരു ടൈം ട്രാവലിംഗും അതുപോലെ തന്നെ വേം ഹോളുകളും ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലെ എന്തോ ഒരു മിസ്റ്റേക്ക് കാരണമാണ് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ തന്നെ സ്റ്റെല്ലയോട് ആ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കാൻ വേണ്ടി പറയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ആ 5 റിങ്ങുകൾ ഇത് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതൊന്നുമല്ല. ഒന്ന് ഗ്രാവിറ്റി, ഒന്ന് ടൈം, പിന്നെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലെ നാവിഗേഷൻ സിസ്റ്റം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഗാലക്സിയിലെ നാവിഗേഷൻസ്. മനസ്സിലായോ എന്താണെന്ന്? അതായത് ഈ വലിയ സ്പേസിലൂടെ എങ്ങോട്ടേക്ക് വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള ഒരു വഴികാട്ടി. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഡിവൈസ് അത് പൂർണ്ണമായിട്ടും കയ്യിലുണ്ടെങ്കിൽ ഈ ലോകത്തിൽ എവിടേക്ക് വേണമെങ്കിലും, നമ്മുടെ ഭൂമിയല്ല, സൂര്യനല്ല, ചന്ദ്രനല്ല, ഈ യൂണിവേഴ്സിന്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ കഴിയും. സമയത്തിലൂടെ സഞ്ചരിക്കാൻ
സഞ്ചരിക്കാൻ കഴിയും, ഭൂതകാലത്തിലേക്ക് പോകാം, ഭാവി കാലത്തിലേക്ക് പോകാം, അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടെക്നോളജി. എന്നാൽ ആ ടെക്നോളജിയുടെ രണ്ട് ഭാഗങ്ങൾ മിസ്സിംഗ് ആണ്. രണ്ട് മോതിരങ്ങൾ, ഒരെണ്ണം കൺട്രോൾ ചെയ്യുന്നത് ഗ്രാവിറ്റിയും ഒരെണ്ണം കൺട്രോൾ ചെയ്യുന്നത് ടൈമുമാണ്. ഗ്രാവിറ്റി കൺട്രോൾ ചെയ്യുന്ന ആ റിംഗ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തിലല്ല. 5000 വർഷം പിന്നിലേക്ക് പോയാൽ മനുഷ്യരൊന്നും പുരോഗമിക്കാത്ത ഒരു ട്രൈബ്സിന്റെ ഇടയിലാണ് അത് പെട്ടുകിടക്കുന്നത്. അതുപോലെ ടൈമിനെ കൺട്രോൾ ചെയ്യുന്ന ആ റിംഗ് ഉള്ളത് അത് ഫ്യൂച്ചറിലാണ്. ഇവിടെ നിന്നും 200 വർഷം മുന്നിലേക്ക് പോകണം. ആദ്യം തന്നെ പോയിട്ട് ഗ്രാവിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ആ റിംഗ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ടോം പറയാണ്. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഈ ഒരു മെഷീൻ അത് പൂർണ്ണമല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ടൈം ട്രാവലിംഗ് അത് ഇവർ വിചാരിച്ചതുപോലെ നടക്കണമെന്നും ഇല്ല കേട്ടോ. എന്തായാലും മെഷീൻ ഓണാക്കി ടൈം ട്രാവൽ ചെയ്ത് 5000 വർഷം പിന്നിലേക്ക് വെറും 1 സെക്കൻഡ് കൊണ്ട് ഇവർ പോവുകയാണ്. അങ്ങനെ അവിടെ എത്തി. വിജനമായി കിടക്കുന്ന ഒരു സ്ഥലം, അവിടെ ആരെയും കാണാനില്ല. എന്നാൽ ഇവർ തേടി വന്ന ആ റിംഗ് അത് അവിടെ കണ്ടു കേട്ടോ. അതങ്ങനെ ആകാശത്തിൽ കുറെ കല്ലുകളുടെ കൂടെ അതങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. എന്നാൽ അത് എടുക്കാനുള്ള ഒരു സാവകാശം ഇവർക്ക് കിട്ടിയില്ല. കാരണം ആ ഒരു ഏരിയയിൽ തന്നെ ട്രൈബ്സിന്റെ രൂപത്തിലുള്ള കുറെ അധികം സോംബികൾ ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. കോങ്ങും അതുപോലെ തന്നെ എതിയും ഓടി രക്ഷപ്പെടുകയാണ്. കൂടെ തന്നെ സ്റ്റെല്ലയുണ്ട്, മകളുണ്ട്. എന്നാൽ ഒരു ഭാഗം വിട്ട് ഇവർക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. അവിടെ അദൃശ്യമായിട്ടുള്ള ഒരു വലയം അല്ലെങ്കിൽ ഒരു ബാരിയർ ഉണ്ടായിരുന്നു. അത് കടന്ന് ഇവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. എന്നാൽ സ്റ്റെല്ലയുടെ കയ്യിൽ ആ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് ഇവർക്ക് അതിന്റെ പുറത്തേക്ക് കടക്കാൻ പറ്റി. മാത്രമല്ല ആ സ്പിയറിന്റെ പുറത്തായിട്ട് തന്നെ സാധാരണയായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ട്രൈബുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെ കണ്ട സമയത്ത് അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നുകയാണ്. ദൈവങ്ങളെ പോലെ കാണുകയാണ്. കാരണം അവരുടെ രൂപം, വസ്ത്രധാരണ, അവരുടെ കയ്യിലുള്ള ഓരോ സാധനങ്ങൾ എല്ലാം ആ ഒരു ഗോത്രവർഗ്ഗക്കാരെ ആകെ അത്ഭുതപ്പെടുത്തുകയാണ് കേട്ടോ. അതിൽ തന്നെ ഒരു പയ്യനുണ്ട്. അവന്റെ പേര് മോർഡിൻ എന്നാണ്. ഇവരുടെ കൂടെ അവൻ നന്നായിട്ട് കമ്പനിയാണ്. മോർഡിന് ഒരു അമ്മയുണ്ട് കേട്ടോ. എന്തായാലും ഇവരവിടെ നല്ല കമ്പനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കോങ് വന്ന പണി ചെയ്യുകയാണ്. അതായത് ആ ഒരു ബ്രേസ്ലെറ്റ് കയ്യിലിട്ടുകൊണ്ട് അവിടെ ഫ്ലോട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു റിങ്ങുകൾ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. വിചാരിച്ചതുപോലെ തന്നെ അത് അവന്റെ കൈകളിലേക്ക് വരുന്നുണ്ട്. എന്നാൽ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സോംബികൾ ഉണ്ടായിട്ടും ഇവറ്റകൾ ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാതിരുന്നതിന് കാരണം ഇവർ ആ ഒരു സ്പിയറിന്റെ ഉള്ളിൽ പെട്ടുകിടക്കുന്നത് കൊണ്ടാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യമായിട്ടുള്ള ഒരു ബാരിയർ അത് അവിടെ രൂപപ്പെട്ട് കിടക്കുകയായിരുന്നു. അതിന് കാരണം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മോതിരമായിരുന്നു. എന്നാൽ ഇപ്പൊ കോങ് അതെടുത്ത സമയത്ത് ആ ഒരു ബാരിയർ അവിടുന്ന് ഇല്ലാതായി പോകുന്നുണ്ട്. പിന്നീട് എന്താ സംഭവിച്ചത്? ഈ സോംബികൾ മുഴുവനായിട്ടും പുറത്തേക്ക് വരികയാണ്. ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതൊട്ടും ഇവർ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. സ്റ്റെല്ലയെ ആക്രമിക്കാനായിട്ട് ഒരു സോംബി വന്ന സമയത്ത് അതിൽ നിന്ന് സ്റ്റെല്ലയെ രക്ഷപ്പെടുത്തുന്നത് മോർഡിൻ ഉണ്ടല്ലോ, ആ ഒരു ട്രൈബ് പയ്യൻ, അവന്റെ അമ്മയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ സ്റ്റെല്ലയും കോങ്ങും അതുപോലെ തന്നെ ഇതിയും അവരുടെ കുഞ്ഞിനെയും കൂട്ടിയിട്ട് നേരെ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടി ആ ഒരു ടൈം ട്രാവലിംഗ് ഓൺ ആക്കുകയാണ്. എന്നാൽ അതിന്റെ അവസാന സമയത്തിലാണ് സ്റ്റെല്ല ആ കാര്യം മനസ്സിലാക്കുന്നത്. അതായത് മകളാണെന്ന് കരുതി ഒരു കുട്ടിയുടെ കൈയും പിടിച്ചിങ്ങോട്ടേക്ക് ഓടി വന്നായിരുന്നു. അത് അവളുടെ മകളല്ല, പകരം അത് മോർഡിൻ ആയിരുന്നു. സ്റ്റെല്ലയുടെ മകളായിട്ടുള്ള വാലൻ ഇപ്പോൾ ഉള്ളത് മോർഡിന്റെ അമ്മയുടെ കയ്യിലാണ്. എന്നാൽ അപ്പോഴേക്കും ടൈം ട്രാവലിംഗ് ഓണായി ഇവര് നേരെ 2023 എത്തുകയാണ്. എന്നാൽ അപ്പൊ തന്നെ ഭ്രാന്ത് പിടിച്ച സ്റ്റെല്ല എന്തൊക്കെയോ കാണിച്ച് എനിക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോകണം, എന്റെ മകളെ കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്ത് പിടിക്കുമ്പോൾ അവളെ തടുക്കുന്നത് അവളുടെ അച്ഛനായിട്ടുള്ള ടോമാണ്. അതായത് ഇപ്പൊ നിനക്ക് ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഫ്യൂച്ചറിലേക്ക് പോയിട്ട് ബാക്കിയുള്ള ആ റിങ് കൂടെ കണ്ടുപിടിച്ച് ഈ ഒരു മിഷീനെ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് പോയിട്ട് നിന്റെ മകളെ രക്ഷപ്പെടുത്താം. ഇതിനുശേഷം കാണിക്കുന്നത് ആ ട്രൈബ് ലേഡി ഉണ്ടല്ലോ, അവരുടെ കൂടെ പെട്ടുകിടക്കുന്ന നമ്മുടെ വാലനെയാണ്. ആ സോംബികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവരിപ്പോ വാലനെയും കൂട്ടിയിട്ട് ഒരു ഗുഹയുടെ ചെരുവിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് ഇപ്പോ. ഇതിനുശേഷം വീണ്ടും സ്റ്റെല്ലയെ കാണിക്കുകയാണ്. അതായത് ഇവരിപ്പോ ടൈം ട്രാവൽ ചെയ്ത് വീണ്ടും 2023 തന്നെ വന്നല്ലോ. എന്നാൽ ഇവരെയും കാത്തുകൊണ്ട് അവിടെ അങ്കിൾ ജോൺ ഉണ്ടായിരുന്നു കേട്ടോ. അങ്കിൾ ജോൺ ഇവരെ കണ്ടപാട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണ്, വലിയൊരു മിസ്റ്റേക്ക് ആണ്, വാ നിങ്ങൾക്ക് അത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവരെയും കൂട്ടിക്കൊണ്ട് നേരെ പുറത്തേക്ക് പോവാണ്. പുറത്തു പോയി നോക്കുമ്പോൾ കുറച്ചു നേരം മുന്നേ ഇവര് ലാബിലേക്ക് കയറുമ്പോൾ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ അല്ല ഇന്ന് ലോകത്തില്. ഫുള്ളായിട്ട് മാറിക്കിടക്കുകയാണ്. നഗരത്തില് വലിയൊരു ജീവിയുടെ വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു അസ്ഥി കൂടെ വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് സ്റ്റെല്ലയ്ക്കും കോങ്ങിനും ഇതിക്കും മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് അത്രയായിട്ടുള്ള ഇവർ പോയി വന്നിട്ട്. പക്ഷേ ഇവിടെ കഴിഞ്ഞു പോയിരിക്കുന്നത് 10 വർഷമാണ്. അതായത് അങ്കിൾ ജോൺ ഇപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ആ ഒരു മോതിരവുമായിട്ട് ഇവിടുന്ന് പോയില്ലേ മറ്റൊരു സമയത്തിലേക്ക്, ആ നേരത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊട്ടക്ഷൻ ബാരിയർ അതില്ലാതെയായി. ഒരുപാട് വേം ഹോളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. യൂണിവേഴ്സിന്റെ പല ഭാഗത്തുണ്ടായിരുന്ന പല പല വലിയ ജീവികൾ ഇങ്ങോട്ടേക്ക് വന്നു. അതുകൊണ്ട് മര്യാദക്ക് ആ മോതിരം എനിക്ക് തിരിച്ചു തന്നോ, നിങ്ങൾ ഇത് ഉപയോഗിക്കരുത്, അത് ഡേഞ്ചർ ആണ്. എന്നാൽ സ്റ്റെല്ലയ്ക്ക് അത് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. കാരണം ഫ്യൂച്ചറിലേക്ക് പോയിട്ട് ബാലൻസ് ഉള്ള ആ റിങ് കൂടെ എടുത്ത് വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് പിന്നിലേക്ക് പോയിട്ട് മകളെ രക്ഷപ്പെടുത്തണം. എന്നാൽ അങ്കിൾ ജോൺ ആണെങ്കിൽ ഇതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവസാനം അവിടെ ഒരു പിടിയും വലിയും നടക്കുകയാണ്. അങ്കിൾ ജോണിന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് പിടിച്ചു വെച്ചിട്ട് കോങ് പറയാണ്, അച്ഛന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങളിപ്പോ ഫ്യൂച്ചറിലേക്ക് പോകും. അപ്പോഴേക്കും സ്റ്റെല്ലയും അതുപോലെ തന്നെ ഇതിയും കൂടെ തന്നെ നമ്മുടെ മോർഡിനും ഇവർ 3 പേരും ടൈം ട്രാവൽ ചെയ്ത് നേരെ 2224 എത്തുകയാണ്. അതായത് ഫ്യൂച്ചറിലേക്ക് എത്തുകയാണ്. അവരവിടെ എത്തിയപാട് തന്നെ അവർ പെട്ടുപോയത് ഒരു കൂട്ടം ടീനേജേഴ്സിന്റെ മുന്നിലാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഇവരെ 2 പേരെയും അവർ പിടിക്കുകയാണ്. ബോധം കെടുത്തി ഇപ്പൊ തടവിൽ കൊണ്ടിടുകയാണ്. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് ബോധം വന്ന് നോക്കുമ്പോൾ ഇവരുടെ അരികിലേക്ക് ആ ടീനേജേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അവരിപ്പോ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ ടൈം ട്രാവൽ ചെയ്യണമെന്ന്, ടാക്കിൾ ജെനസിസ് ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചും അറിയാം. അപ്പൊ അത് ഞങ്ങളെ പഠിപ്പിച്ച് താ എന്നാണ് ഇപ്പൊ ആ ഒരു പെൺകുട്ടി പറയുന്നത് കേട്ടോ. ഇതേ നേരം തന്നെ സ്റ്റെല്ല നോക്കുമ്പോൾ
നോക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ്, ബാക്കിയുള്ള മോതിരങ്ങൾ, ആ സ്പിയർ, ഇതൊന്നും കാണാനില്ല. അതെല്ലാം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആ ടീനേജേഴ്സിന്റെ ലീഡർ ഉണ്ടല്ലോ, അവള് പറയാണ് പേടിക്കേണ്ട, അത് ഇവിടെ സേഫ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കൊണ്ടുവന്ന ആ ഒരു റിംഗ് ഉണ്ടല്ലോ, അതിന്റെ ഒരു കോപ്പി പ്രോട്ടോടൈപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ, ഞങ്ങളുടെ ഈ ഒരു ഏരിയ സംരക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു പ്രത്യേക വലയം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു ആ മോതിരം വെച്ച്. ഞങ്ങൾ ആക്രമിക്കാനായിട്ട് ഒരുപാട് ഗവൺമെന്റ് മിസൈലുകൾ ഞങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു വലയം പുറത്തുള്ളത് കൊണ്ട് തന്നെ ആ ബോംബുകളെല്ലാം അവിടെ ഫ്രീസ് ആയി നിൽക്കുകയാണ്. സമയത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. പിന്നീട് ഈ ടീനേജേഴ്സ് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. അതായത് സ്റ്റെല്ല അതുപോലെ തന്നെ കോങ് ഇതി ഇവര് നേരെ 5000 വർഷം പിന്നിലേക്ക് പോയല്ലോ ആ ഒരു മോതിരം എടുത്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ 2023 ഉണ്ടായിരുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ അവിടെ നഷ്ടമായി. പിന്നീട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു, വീണ്ടും ഫ്യൂച്ചറിലേക്ക് പോയി. അപ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ അവിടുന്ന് നഷ്ടമായി. ആ നേരത്ത് അവിടെ ഒരുപാട് വേം ഹോളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. യൂണിവേഴ്സിന്റെ പല ഭാഗത്തുണ്ടായിരുന്ന പലതരം ജന്തുക്കൾ ഭൂമിയിൽ ഈ ഭാഗത്തേക്ക് വന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കുറെ അധികം ഫോറിൻ രാജ്യങ്ങൾ ഇവരെ രക്ഷിക്കാന്ന് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നു. ഈ മൃഗങ്ങളെയെല്ലാം ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ അവരുടെ യഥാർത്ഥ ഉദ്ദേശം ഞങ്ങളുടെ നാട്ടിലെ റിസോഴ്സുകളായിരുന്നു. അവർ ഞങ്ങളെ രക്ഷിച്ചു. പക്ഷെ അതിനുശേഷം ഇവിടെയുള്ള എല്ലാ ധാതു സമ്പത്തുകളും അവർ ഊറ്റിയെടുക്കാൻ തുടങ്ങി. ഞങ്ങൾ എല്ലാവരും ദാരിദ്ര്യത്തിലേക്ക് വീണു. അവർക്കെതിരെ പോരാടുന്ന ഒരു റിബൽ ഗ്രൂപ്പ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഞങ്ങൾ. പക്ഷേ 200 വർഷം കഴിഞ്ഞിട്ടും ഇവരെങ്ങനെയാണ് ടീനേജേഴ്സ് ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നത്? അതിന്റെ പിന്നിൽ വേറൊരു കാരണമുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം കൂടെ പറയാം. അന്ന് ഇവരുടെ ഈ ഒരു പോരാട്ടമൊക്കെ നടത്തുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്തിൽ ഒരു ബ്ലാക്ക് ഹോൾ രൂപപ്പെട്ടു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ സിറ്റിയുടെ ഭൂരിഭാഗവും ആ ബ്ലാക്ക് ഹോൾ കാരണം നഷ്ടപ്പെട്ടു, നശിച്ചുപോയി. പാവപ്പെട്ട ആരെയും അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് രക്ഷപ്പെടുത്തിയില്ല. പണക്കാരായിട്ടുള്ള അവർക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം രക്ഷപ്പെടുത്തി. ഞങ്ങൾ ഇവിടെ പെട്ടുപോയി. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചത് നേരെ ആ ഒരു പ്രൊജക്ട് നടത്തിയ സ്ഥലം ഉണ്ടല്ലോ, ടാക്കിൾ ജെനിസിസ്. ആ ലാബിലാണ് ഈ പ്രശ്നത്തിനെല്ലാമുള്ള പരിഹാരം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നു. എന്നാൽ ലാബിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മെഷീൻസും നശിച്ചുപോയി. ഞങ്ങൾ അതെല്ലാം റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ റീബിൽഡ് ചെയ്തെടുത്തു. എന്നാൽ ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല ഇതെങ്ങനെ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കണമെന്ന്. സോ ഞങ്ങളെ സഹായിക്കണം. എന്നാൽ സ്റ്റെല്ല അതിനെ നിഷേധിക്കുകയാണ്. കാരണം ഇവരിത് ഏത് രീതിയിൽ ഉപയോഗിക്കുമെന്ന് അറിയില്ല. കാരണം സമയമാണ് അവരുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. അത് ഉപയോഗിച്ച് അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ടൈം ട്രാവലിംഗ്, സ്പേസ് ട്രാവലിംഗ്, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഈ ടീനേജേഴ്സ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം അതെന്താണെന്ന് മനസ്സിലാക്കാതെ ഇവർക്ക് അവരുടെ ടെക്നോളജി അത് പൂർണ്ണമായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണമെന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ ഇവരുടെ കയ്യിൽ ആ അവസാനത്തെ റിംഗ് ഉണ്ട്. എന്തായാലും ഇവിടെ സീൻ കട്ടായിട്ട് 2023 നമ്മൾ കൊണ്ടുപോവാണ്. അതായത് സ്റ്റെല്ലയും ഇതിയും കൂടെ ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് അവർ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തത് നമ്മുടെ കോങ് ആയിരുന്നു, അവന്റെ അച്ഛനെ പിടിച്ചു വെച്ചിട്ട്. എന്നാൽ ആ പിടിയും വെളിയിലും ഗണ്ണ് ഫയറായി. അദ്ദേഹത്തിന്റെ ദേഹത്ത് ബുള്ളറ്റ് കയറി രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ മരണപ്പെടും. അപ്പൊ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് അദ്ദേഹത്തിന് അറിയുന്ന എല്ലാ രഹസ്യങ്ങളും കോങ്ങിനോട് പറയണം എന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നീട് ആ കാര്യം അദ്ദേഹം പറയാണ്. എല്ലാത്തിന്റെയും ആരംഭം 1964. അന്ന് അമേരിക്കൻ പട്ടാളം ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വെച്ച് വലിയ റിസർച്ചും കാര്യങ്ങളും ആരംഭിച്ചു. ടാങ്കിൾ ജെനിസിസ് അതിന്റെ തുടക്കം അന്നായിരുന്നു. അവരുടെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ ഒരുപാട് പേരെ അവർ തട്ടിക്കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ പ്രണയിക്കുന്ന എന്റെ പെണ്ണ് ലാവൻ, അവളും ഉണ്ടായിരുന്നു. ടൈം ട്രാവലിംഗ് ആയിരുന്നു അവരുടെ പരീക്ഷണത്തിന്റെ പ്രധാന വിഷയം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ അവർ ചെയ്തു. അവരുടെ ആ ഒരു വലിയ പരീക്ഷണത്തിലേക്കുള്ള വെറും പരീക്ഷണ വസ്തുക്കൾ മാത്രമായിരുന്നു ഞങ്ങൾ. എന്നാൽ എന്റെ പെണ്ണ് ലിവാൻ, അവൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അതിലുപരി സയൻസിലെല്ലാം അത്യാവശ്യം നല്ല നോളേജ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട സമയത്ത് തന്നെ ഈ അമേരിക്കക്കാർ സംസാരിക്കുന്ന കാര്യമൊക്കെ അവൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിഞ്ഞു. ഇതെങ്ങനെ പ്രവർത്തിക്കണം എന്നും അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഊഴം വന്നു. ഞങ്ങളുടെ ദേഹത്തും പരീക്ഷണങ്ങൾ നടത്താനായിട്ട് അവർ ഞങ്ങൾ ആ ലാബിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് അഭിനയിച്ചു. ഞാൻ നിലത്ത് വീണ് കിടന്നു. ആ നേരത്തെ എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്കായ സമയത്ത് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ച ലെവാൻ ആ സ്പിയറും അതുപോലെ തന്നെ ആ ഒരു മോതിരങ്ങളും ഇതുപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ടൈം ട്രാവൽ ചെയ്ത് മറ്റൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. ഏത് കാലഘട്ടത്തിലേക്കാണെന്നറിയോ? ഐസ് ഏജ്. 10,000 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഭൂമിയിൽ സംഭവിച്ച ഒരു വലിയ യുഗമുണ്ട്. ആ സ്ഥലത്തിലേക്കാണ് ഇവരിപ്പോ കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ വെച്ച് ഈ പട്ടാളക്കാരും അതുപോലെ തന്നെ അങ്കിൾ ജോണും തമ്മിൽ ഒരു പിടിയും വലിയൊക്കെ ഉണ്ടാവുകയാണ്. അവിടെ വെച്ചൊരു ഫയറിംഗ് ഉണ്ടാവുന്നുണ്ട്. ആ നേരത്തിൽ ലിവാന്റെ ദേഹത്ത് ബുള്ളറ്റും കയറുകയാണ്. പിന്നീട് അവിടെ വെച്ച് വീണ്ടും ലിവാൻ ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട്. അവള് പിന്നീട് നേരെ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് കാലഘട്ടത്തിൽ നിന്നും 5000 വർഷം പിന്നിലേക്ക് സ്റ്റെല്ലയും കോങ്ങെല്ലാം പോയായിരുന്നല്ലോ. സോ ആ കാലഘട്ടത്തിലേക്ക്, ആ ട്രൈബ്സ് ഉള്ള കാലഘട്ടത്തിലേക്ക് അവിടെ വെച്ച് എല്ലാ സോൾജേഴ്സിനെയും അങ്കിൾ ജോൺ അറ്റാക്ക് ചെയ്യാണ് കേട്ടോ. മാത്രമല്ല അന്ന് ലാബിൽ ഉണ്ടായിരുന്ന ആ പട്ടാളക്കാര് അതിൽ ഒരാളുടെ കയ്യിൽ സോംബി വൈറസ് സാമ്പിൾ ഉണ്ടായിരുന്നു. അത് ഇവിടെ നഷ്ടപ്പെട്ടു. അത് കാരണമാണ് ഇവിടെ ഉണ്ടായിരുന്ന ഗോത്രത്തിനിടയിൽ അവർ സോംബി വൈറസ് പടർന്നത്. അതിപ്പോ മനസ്സിലായില്ല എങ്ങനെയാണെന്ന്. എന്തായാലും അവിടെ വെച്ച് ആ പട്ടാളക്കാരെ വീണ്ടും നേരിട്ട് നമ്മുടെ ലിവാനും അങ്കിൾ ജോൺ വീണ്ടും ടൈം ട്രാവൽ ചെയ്യുകയാണ്. ഒരു പോർട്ടലിലൂടെ അവർ മറ്റൊരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, അതായത് ഫ്യൂച്ചറിലേക്ക്. ആ നേരത്തെ ഇവരുടെ നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ ഒരു ബോംബ് എടുത്ത് എറിഞ്ഞായിരുന്നു. അത് ബ്ലാസ്റ്റ് ആവുന്നുണ്ട്. അതാണ് ശരിക്കും ആ ഒരു ടീനേജേഴ്സ് കണ്ട അവരുടെ കാലഘട്ടത്തിൽ നടന്ന ആ ഒരു വലിയ ബ്ലാസ്റ്റ്. ഓക്കെ, ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവുന്നത് നിങ്ങൾ കണ്ടോ? അതായത് സമയത്തിന്റെ പല ഭാഗങ്ങളിൽ സംഭവിച്ച ഓരോ കാര്യങ്ങൾ പരസ്പരം ലിങ്ക് ചെയ്തു വരികയാണിത്. ഇതൊന്നും ആരും
ആരുടെ കൺട്രോളിലും അല്ല. അതായത് നമ്മൾ ഒരു കൂട്ടം കല്ലുകളെടുത്ത് അത് മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ വന്ന് വീഴുമെന്ന് നമുക്ക് യാതൊരു പിടുത്തമില്ലല്ലോ. സോ അതുപോലെ റാൻഡം ആയിട്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിലെല്ലാം ഒരു കാരണമുണ്ട്. അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഫ്യൂച്ചറിലേക്ക് പോയിട്ട് അവിടെയും രക്ഷയില്ലാന്ന് കണ്ട ഈ അങ്കിൾ ജോയും അതുപോലെ തന്നെ ലിവാനും വീണ്ടും പിന്നിലേക്ക് തിരിച്ചു വരികയാണ്. അവര് പിന്നീട് വന്നത് 1969 അതായത് അവർ വന്നു വീണിരിക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു വില്ലേജ് ഉണ്ടല്ലോ, ആ വില്ലേജിലേക്കാണ്. അങ്ങനെയാണ് ആ വില്ലേജിലേക്ക് ആദ്യമായിട്ട് ആ ഒരു മോതിരം എത്തുന്നത്. പക്ഷെ ആ സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന മോതിരത്തിന്റെ ഒരു ഭാഗം നഷ്ടമായിരുന്നു. അതിപ്പോ കിടക്കുന്നത് അങ്ങ് ഫ്യൂച്ചറിലാണ്. ഓക്കെ, അങ്ങോട്ടേക്ക് ഈ അങ്കിൾ ജോയും അതുപോലെ തന്നെ ലിവാനും പോയില്ലേ. അങ്ങനെയാണ് അവരുടെ കയ്യിൽ നിന്നും ആ മോതിരത്തിന്റെ ഒരു ഭാഗം അവിടെ നഷ്ടമായത്. അതുപോലെ തന്നെ ആ ട്രൈബിന്റെ കാലഘട്ടത്തിലേക്ക് ഒരു പോയില്ലേ, ആ സമയത്ത് ഒരു പീസ് അവിടെയും നഷ്ടമായി. ഇപ്പൊ മനസ്സിലായില്ലേ റിങ്ങിനെ 2 കഷ്ണങ്ങൾ എങ്ങനെയാണ് 2 കാലഘട്ടത്തിലേക്ക് പോയി വീണേന്ന്? കുറച്ചൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും, എന്നാലും നിങ്ങളൊന്ന് നന്നായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും കേട്ടോ. എന്തായാലും ഇപ്പൊ 1969 ഇപ്പൊ ആ ഒരു വില്ലേജിൽ വന്ന് വീണല്ലേ, ഓൾറെഡി ലിവാന്റെ ദേഹത്ത് ഒരുപാട് മുറിവും കാര്യങ്ങളും രക്തമൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ അവർ ഉപയോഗിച്ച ആ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ്, ഇതിന്റെ എല്ലാത്തിന്റെയും ആ ഒരു എഫക്ട് കാരണം ഇപ്പൊ ലിവാന്റെ ശരീരത്തിൽ മ്യൂട്ടേഷൻ, പെട്ടെന്ന് സഡൻ ചേഞ്ചുകൾ സംഭവിക്കുകയാണ്. അവളുടെ ശരീരം ആകെ മാറി ഒരു മോൺസ്റ്റർ ലൈക്ക് രൂപത്തിലേക്ക് മാറുകയാണ്. അതായത് ഈ കാട്ടിലുള്ള ആ ഒരു മോൺസ്റ്റർ അത് മറ്റാരുമല്ല, അങ്കിൾ ജോയിന്റെ കാമുകയായിട്ടുള്ള ലിവേൻ ആയിരുന്നു. ലിവേൻ ഉപേക്ഷിച്ച് പോകാനായിട്ട് അങ്കിൾ ജോയിന് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രാമത്തിൽ തന്നെ അങ്കിൾ ജോയ് നിന്നത്, അവൾ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അതിനുള്ള മാർഗങ്ങൾ തേടി നടക്കുകയായിരുന്നു അങ്കിൾ ജോയ്. അതിനുവേണ്ടി പല തവണ ആ ഒരു റിങ്ങും അതിന്റെ ആ ഒരു പവറും യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ നേരത്തെല്ലാം ടാങ്കിൾ ജെനസിസിന്റെ ഭാഗമായിട്ട് സയന്റിസ്റ്റുകൾ ഓരോ മനുഷ്യരെയും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടേയിരുന്നു. അവരുടെ എല്ലാം മൃതദേഹങ്ങൾ ആ പോർട്ടലിലൂടെ ഇപ്പോൾ അങ്കിൾ ജോയ് ഉള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ സമയത്തേക്ക് വന്നു വീണുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നതെന്ന് സിനിമയുടെ അവസാനം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ആ കൺഫ്യൂഷൻ ഞാൻ മാറ്റിത്തരും. ഓക്കെ, തന്റെ കാമുകയായിട്ടുള്ള ലിവാനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വഴി തേടി നടക്കുമ്പോൾ ഇതുപോലെ പോർട്ടലുകൾ രൂപപ്പെട്ടു. അതിലൂടെ ഒരുപാട് മൃതശരീരങ്ങൾ താഴേക്ക് വീണു. അതിലൊരു തവണ ഒരുപാട് കുട്ടികളായിരുന്നു കേട്ടോ. അതിലുണ്ടായിരുന്ന ഒരാളായിരുന്നു നമ്മുടെ കോങ് വീണ സമയത്ത് മരിച്ചിട്ടില്ലായിരുന്നു, ജീവൻ ബാക്കിയുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അങ്കിൾ ജോയ് കോങ്ങിന്റെ അടുത്തേക്ക് ചെന്നു, അവനെ രക്ഷപ്പെടുത്തി, അവനെ ദത്തെടുത്തു. എന്നാൽ കോങ് ആരാണ്? ഇതിനു മുന്നേ ടീനേജ് ആയിരിക്കുന്ന സമയത്ത് അവൻ എവിടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു, ഇതൊന്നും അവന് ഓർമ്മയില്ല. പക്ഷേ കോങ് സമയത്തിന്റെ ആ ഒരു ട്രാപ്പിൽ പെട്ടുപോയി. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കോങ്ങിന് പ്രായമാകില്ല, അവന് വയസ്സ് കൂടില്ല, അവൻ സമയത്തിൽ സ്റ്റെക്കാണ്. ഇപ്പൊ മനസ്സിലായില്ലേ കോങ്ങിന് എന്തുകൊണ്ട് പ്രായമാകുന്നില്ല എന്ന്? എന്തായാലും ഈ രഹസ്യങ്ങൾ മുഴുവൻ അങ്കിൾ ജോയ് ഇപ്പൊ കോങ്ങിനോട് പറയാണ്. മാത്രമല്ല ഇനി എന്ത് റിസ്ക് എടുത്താലും ശരി ആ റിങ്ങിനെ നീ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് കൂടെ അങ്കിൾ ജോയ് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ആ ഒരു ആഗ്രഹം എന്നോണം മോൺസ്റ്ററായി മാറിയിരിക്കുന്ന ലിവാനെ ഒരു തവണ കൂടെ കാണുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകുന്നു ചോദിക്കുകയാണ്. ഇപ്പൊ കോങ് അദ്ദേഹത്തെ സഹായിക്കുകയാണ്, നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇത്രയും നേരം നമ്മൾ കാണാത്ത മറ്റൊരു കാര്യം കൂടെ ഇവിടെ കാണുന്നുണ്ട്. ഫ്യൂച്ചർ കാലഘട്ടത്തിൽ ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യം നടക്കുക. അതായത് ആ സമയത്തിലേക്ക് സ്റ്റെല്ലയുടെ മകൾ, അതായത് വാലൻ, ആ ഒരു ട്രൈബായിട്ടുള്ള ലേഡിയുടെ കൂടിയല്ലേ അവർ 5000 വർഷം പിന്നിലായിട്ടായിരുന്നു. അവരിപ്പോ നേരെ ഒരു തിയേറ്ററിന്റെ ഉള്ളിൽ വന്ന് വീഴുകയാണ്. പക്ഷെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു? എന്തായാലും ഇപ്പൊ ആ ഒരു ട്രൈബായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവരും നമ്മുടെ ഈ ഒരു വാലനും രണ്ടുപേരും കൂടി ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് പതിയെ വന്നു നോക്കുമ്പോൾ ഇതിന്റെ പുറത്തായിട്ട് വലിയൊരു മോൺസ്റ്റർ തന്നെ ഉണ്ടായിരുന്നു. ഇതേ നേരം തന്നെ സ്റ്റെല്ലയും അതുപോലെ ആ ഒരു ടീനേജ് പിള്ളേരെയും കാണിക്കുകയാണ്. അവസാനം സ്റ്റെല്ലയ്ക്ക് മനസ്സിലായി ഈ പിള്ളേരൊന്നും ചീത്ത പിള്ളേരല്ല, ഇവർ നല്ലത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അവസാനം അവർക്ക് ആ ഒരു ടെക്നോളജി എന്താണെന്നും അതെങ്ങനെ ചെയ്യണമെന്നും വിശദമായിട്ട് സ്റ്റെല്ല പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അതിന് ഒരുപാട് നെഗറ്റീവ് സൈഡുകളും ഉണ്ട്. അതായത് ഇപ്പൊ ഈ റിംഗ്, ഈ മെഷീൻ ഇവിടെ വെച്ച് ആക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പുറത്തുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പ്രൊട്ടക്റ്റിംഗ് ബാരിയർ അതില്ലാതാവുമെന്ന് പറയാണ്. എന്നാലും അവർ ആ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണ്. അവിടെ പിടിച്ചു വെച്ച ഒരു മോൺസ്റ്റർ, അതിന്റെ ദേഹത്താണ് ഇവർ ഈ ഒരു മെഷീൻ പരീക്ഷിക്കാൻ പോകുന്നത്. അതായത് ഇതുങ്ങളെല്ലാം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്ക് പറഞ്ഞയച്ച് ഇവർക്ക് ഇവിടെ സേഫ് ആയിട്ട് നിൽക്കണം. സോ അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ സ്റ്റെല്ല കാണിച്ചു കൊടുക്കുകയാണ്. അതിന് ടൈം ട്രാവൽ ചെയ്ത് മറ്റേതോ സ്ഥലത്തേക്ക് വിട്ടു. എന്നാൽ ആ നേരത്ത് ഔട്ട്സൈഡിൽ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ലെയർ ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇവർക്ക് നേരെ അയച്ച ആ ഒരു മിസൈലുകളെല്ലാം സമയത്തിൽ സ്റ്റെക്കായി ഫ്രീസായി നിൽക്കുകയായിരുന്നല്ലോ. ഇപ്പൊ ആ ഒരു ബാരിയർ ഇല്ലാതായതുകൊണ്ട് തന്നെ ഇത് നേരെ ഉള്ളിലേക്ക് വന്ന് ഇവരുടെ ആ ഒരു ഏരിയയിൽ ബ്ലാസ്റ്റിംഗ് ആരംഭിക്കുകയാണ്. സോ പെട്ടെന്ന് തന്നെ ആ ഒരു മിഷീന്റെ പ്രവർത്തനം നിർത്തുകയാണ്, അല്ലെങ്കിൽ ആ സ്ഥലം മുഴുവൻ ഇല്ലാതാവുകയെ. എന്നാൽ അതുകൊണ്ട് തന്നെ ഇവർ മറ്റൊരു കാലഘട്ടത്തിലേക്ക് അയച്ച ആ ഒരു കൂടും ജീവിയും തിരിച്ചിങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ കൂട് തിരിച്ചു വന്നപ്പോൾ കൂട്ടിന്റെ ഉള്ളിലായിരുന്നില്ല ജീവി ഉണ്ടായിരുന്നത്, കൂട്ടിന്റെ പുറത്തായിരുന്നു. പിന്നീട് ഇവർ കുറച്ചൊന്ന് കഷ്ടപ്പെടുകയാണ് ആ ജീവിയെ ഒന്ന് പിടിച്ചു കെട്ടാനായിട്ട്. അതായത് കറക്റ്റായിട്ട് അതിനെ മറ്റേതൊരു കാലഘട്ടത്തിലേക്ക് സ്റ്റെല്ല അവളുടെ ആ ഒരു മെഷീൻ ഉപയോഗിച്ച് പറഞ്ഞയക്കുകയാണ്. അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി വരും. മാത്രമല്ല ടീനേജേഴ്സിന്റെ കൂട്ടത്തിൽ ഒരാൾ ഇത് കാരണം മരണപ്പെടുകയും ചെയ്തു കേട്ടോ. അതോടെ അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ മെഷീൻ ഒരിക്കലും നല്ലതല്ല. സമയത്തിലൂടെ സഞ്ചരിക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഹ്യൂമാനിറ്റിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകത്തിനോ നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. പല കാലഘട്ടങ്ങളിൽ ആരൊക്കെയോ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഓരോ വേം ഹോളുകൾ രൂപപ്പെടുന്നതും അതിലൂടെ യൂണിവേഴ്സിന്റെ പല ഭാഗത്തുള്ള ഭീകരമായിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത ഓരോ ജന്തുക്കൾ ഇങ്ങോട്ടേക്ക് വരുന്നതും. പിന്നീട് ഇവരിത് ഉപയോഗിച്ചത് കൊണ്ടാണ് ഇവർക്ക് ഒരിക്കലും പ്രായമാവാതെ ഈ ഒരു സമയത്തിൽ ഇവരെങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നതും. മാത്രമല്ല നമ്മുടെ ആ ഒരു ട്രൈബ് ലേഡിയും അതുപോലെ തന്നെ
തന്നെ സ്റ്റെല്ലയുടെ മകളായിട്ടുള്ള വാലനും അവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. അതായത് ആരെങ്കിലും ടൈം ട്രാവൽ ചെയ്യണമെന്നൊന്നുമില്ല ആ മെഷീൻ ഉപയോഗിച്ച്. ഇത് എവിടെയെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് മാൽ ഫംഗ്ഷൻ സംഭവിച്ച് ലോകത്തിന്റെ പല ഭാഗത്തും പല കാലഘട്ടങ്ങളിലും വേം ഹോൾ രൂപപ്പെട്ട് അവിടെയുള്ള ആളുകൾ പോലും അറിയാതെ അവർ ടൈം ട്രാവൽ ചെയ്യപ്പെടും. സോ അങ്ങനെയാണ് ഫ്യൂച്ചറിലേക്ക് ഇപ്പോൾ സ്റ്റെല്ലയുടെ മകളായിട്ടുള്ള വാലനും അതുപോലെ ആ ഒരു ട്രൈബ്ലേഡിയും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ആ ഒരു ട്രൈബ്ലേഡിയും നമ്മുടെ വാലനെയും കാണിക്കുകയാണ്. അവർ ഒളിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ കുറേയധികം സോംബികൾ വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. പരമാവധി അവറ്റകളുടെ കയ്യിൽ പെടാതെ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് ഇവര്. ഒളിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം സ്റ്റെല്ലയും ആ ടീനേജ് പിള്ളേരും കാണിക്കുകയാണ്. ടീനേജ് പിള്ളേർക്ക് മനസ്സിലായ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി അമേരിക്കൻ സയന്റിസ്റ്റുകൾക്ക് ഒരു ഏലിയൻ ടെക്നോളജി കിട്ടിയെന്ന് പറയുന്നില്ല. ശരിക്കും ആ ഏലിയൻസ് അല്ലെങ്കിൽ ആ ഒരു സിവിലൈസേഷൻ ശരിക്കും എക്സിസ്റ്റ് ചെയ്തിരുന്നത് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിലോ ഈ കാലഘട്ടത്തിലോ ഒന്നുമല്ല. നമ്മുടെ ഈ യൂണിവേഴ്സ് തന്നെ ഉണ്ടാവുന്നതിന് മുന്നേ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നെയാണ് അവർ എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അവർ കണ്ടുപിടിച്ച ഈ ഒരു ടെക്നോളജി തന്നെ അവരുടെ നാശത്തിനും അവരുടെ ആ ഒരു യൂണിവേഴ്സിന്റെ നാശത്തിനും കാരണമായി. സോ ഒരു കാരണവശാലും നമ്മൾ ഇത് അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇവരുടെ കയ്യിലുള്ള ആ ഒരു എക്സ്ട്രാ ഒരു റിംഗ് ഉണ്ടല്ലോ, അതുകൂടെ ഈ ഒരു മെഷീനിലേക്ക് ആഡ് ചെയ്ത് നമ്മുടെ ഈ യൂണിവേഴ്സിന്റെ ടൈം ലൈനൊക്കെ ആകെ തെറ്റിക്കെടുക്കുകയാണ്. സോ സ്റ്റെല്ലയ്ക്ക് അതെങ്ങനെ ലെവലാക്കണം, എങ്ങനെ ശരിയാക്കണം എന്ന് അവളുടെ അച്ഛൻ ടോം പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ ഈ ഒരു മെഷീൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റെല്ലയ്ക്ക് ഒരു പരിധി വരെ ആ ടൈം ലൈൻ എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് സ്റ്റെല്ല അവളുടെ കാലഘട്ടത്തിലേക്ക് തന്നെ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ആ നേരത്ത് ഇതേയും വിളിക്കുന്നുണ്ട്. പക്ഷെ ഇതി പറയാണ്, നീ പോയിക്കോ, എന്തായാലും ഈ കുട്ടികളുടെ കൂടെ ഞാൻ നിൽക്കുകയാണ്, ഇവരെ ഗൈഡ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒരാൾ വേണ്ടേ. ഇതേ നിർബന്ധിക്കാനൊന്നും സ്റ്റെല്ല നിന്നില്ല കേട്ടോ. എന്തായാലും സ്റ്റെല്ല അവളുടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ ടൈം ട്രാവൽ ചെയ്ത് പോവുകയാണ്. അതായത് ടാങ്കിൾ ജെനസിസ് ആ ഒരു പ്രൊജക്ട് ചെയ്തിരുന്ന ആ ഒരു ലാബിലേക്ക്. അവിടെ ഇപ്പൊ നമ്മുടെ ഈ ഒരു കോങ് മാത്രമേ ഒറ്റയ്ക്കുള്ളൂ. അതുപോലെ തന്നെ അങ്കിൾ ജോ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു, അവിടെ കാണാനില്ല. ചിലപ്പോൾ ആ ഒരു കാട്ടിലേക്ക് പോയിട്ടുണ്ടാവും. എന്തായാലും കോങ്ങിന്റെ അടുത്തേക്ക് വന്ന സ്റ്റെല്ല പറയാണ്, നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം നടന്നു. ഇപ്പൊ ഈ ഒരു സ്പിയർ അതുപോലെ തന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇത് കംപ്ലീറ്റഡ് ആണ്. നമുക്ക് ബാക്കിയുള്ള ടൈം ലൈനൂടെ എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കണമെന്ന് പറയാണ്. എന്നാൽ ഇവിടെ വെച്ച് കോങ് ഒരു അബദ്ധം കാണിക്കുന്നുണ്ട്. അതായത് അവനെല്ലാം സത്യവും മനസ്സിലായല്ലോ, അവൻ ഈ കാലഘട്ടത്തിലുള്ള ആളല്ല. അവൻ ജനിച്ചതും വളർന്നതും ഇതെല്ലാം മറ്റേതൊരു കാലഘട്ടത്തിലേക്കാണ്. സോ അത് അവന് മനസ്സിലായി. ഇവന്റെ കയ്യിൽ ഈ സാധനം കിട്ടിയ പാട് കോങ് ഒറ്റയടിക്ക് ആ സമയത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്യാണ്. സ്റ്റെല്ലയെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതിനു മുന്നേ ഇവർ അവിടെ എത്തി കേട്ടോ. അതായത് കോങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ സ്കൂള്, ആ സ്കൂളിലേക്ക് പെട്ടെന്ന് ഒരു കൂട്ടം തീവ്രവാദികൾ വന്നിട്ട് അവർക്കെതിരെ ഫയറിംഗ് നടത്തി. അങ്ങനെയാണ് ഈ പിള്ളേരെല്ലാവരും മരണപ്പെടുന്നത് കേട്ടോ. അല്ലാതെ ആ ഒരു സയന്റിസ്റ്റുകളുടെ പരീക്ഷണം കാരണം മരിച്ചുപോയ കുട്ടികളല്ല ഇത്. എന്നാൽ ആ പരീക്ഷണം കാരണം രൂപപ്പെട്ട ഒരു വേം ഹോളിലൂടെ ഇവരുടെ ആ ഒരു മൃതദേഹമൊക്കെ വീണുപോയതാണ്. സോ അതെങ്ങനെയാണെന്നും ഇപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് തന്റെ കൂട്ടുകാരെ ഈ ഒരു വലിയ സംഭവത്തിൽ നിന്നും ആ വലിയ വെടിവെപ്പിൽ നിന്നും കോങ് രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അത് അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. അതായത് സംഭവിച്ച കാര്യങ്ങളെ മാറ്റാൻ കഴിയില്ല, അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഈ കാര്യം സ്റ്റെല്ല ഇപ്പോൾ കോങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് മനസ്സിലാകാത്ത കോങ് വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് ഒന്നുകൂടെ പിന്നിലേക്ക് പോവാണ്. അവന്റെ കൂട്ടുകാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ സംഭവിച്ച കാര്യം അത് മറ്റൊരു രീതിയിൽ വീണ്ടും സംഭവിക്കുക എന്ന് പറയില്ലേ, അതുപോലെ തന്നെ. അതായത് അവന്റെയും അവന്റെ കൂട്ടുകാർക്കിടയിലും ഒരു പ്രത്യേകതരം ഒരു വേം ഹോള് പോലെ തനിയെ രൂപപ്പെടുകയാണ്. അതാരും അവിടെ ചെയ്തു വെച്ചതല്ല, ഒരു പ്രീ പ്ലാൻ ചെയ്ത് വെച്ചതൊന്നുമല്ല. അതായത് ആ മെഷീൻ ഉപയോഗിക്കുന്നതിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. എന്ത് എവിടെ സംഭവിക്കുന്ന ഒരു പിടുത്തം ഉണ്ടാവില്ല. ഈ സമയത്ത് ടെററിസ്റ്റുകൾ ഷൂട്ട് ചെയ്യാൻ നോക്കുന്ന ആ ഒരു പിള്ളേര്, അവർക്കിടയിലായിട്ടൊരു പ്രത്യേകതരം വേം ഹോള് രൂപപ്പെട്ട് ഇവർ ഷൂട്ട് ചെയ്യുന്ന ആ ബുള്ളറ്റ് മുഴുവനും മറ്റേതോ ഒരു കാലഘട്ടത്തിലേക്ക് പോവാണ്. അത് ഫ്യൂച്ചറിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഫ്യൂച്ചറിൽ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നേരെ ബുള്ളറ്റുകൾ ഈ വേം ഹോളിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് നേരെ ഈ തീവ്രവാദികളുടെ നെഞ്ചത്തേക്ക് വന്ന് കയറുകയാണ്. പിന്നീട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യവും ഇവിടെ നടക്കുന്ന കാര്യം എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി അവസാനം ആ സ്കൂളിൽ അന്ന് മരിക്കേണ്ട എല്ലാ പിള്ളേരും അന്ന് തന്നെ മരിക്കുകയാണ്. ഇതോടുകൂടിയിട്ട് നമ്മുടെ കോങ്ങിനൊരു കാര്യം മനസ്സിലായി, സംഭവിച്ച കാര്യങ്ങൾ അത് തിരുത്താൻ പറ്റില്ല. ആ റിയാലിറ്റി ശരിക്കും അവൻ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടൈം മെഷീൻ, അതായത് ആ ഒരു ബ്രേസ്ലെറ്റും ആ ഒരു റിങ്ങുകളും ഇപ്പൊ നമ്മുടെ സ്റ്റെല്ലയ്ക്ക് തന്നെ കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ സമയത്തിന്റെ ഏതോ ഒരു കാലഘട്ടത്തിൽ പെട്ടുകിടക്കുന്ന നമ്മുടെ ഈ സ്റ്റെല്ലയുടെ മകളായിട്ടുള്ള വാലനെയും ആ ഒരു ട്രൈബ്ലേഡിയും കാണിക്കുകയാണ്. സോംബികളിൽ നിന്നും പരമാവധി വാലനെ രക്ഷിക്കാനായിട്ട് ആ ട്രൈബ്ലേഡി നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് അവസാനം ഒരു സോംബിയുടെ കടി ഏൽക്കുകയാണ്. ഇനി വാലനെ രക്ഷപ്പെടുത്താനോ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടോ ആരുമില്ല. എന്നാൽ ഇതേ കറക്റ്റ് ആ ഒരു സമയത്തിലേക്കാണ് നമ്മുടെ സ്റ്റെല്ല ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നത്. കൂടെ തന്നെ മോർഡിനുമുണ്ട്. മകളെ വേഗം തന്നെ സ്റ്റെല്ല രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ മോർഡിന്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയില്ല. അവനിപ്പോ അമ്മയെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ നേരത്തെ സ്റ്റെല്ലയ്ക്ക് ഒറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ നിന്നും ടൈം ട്രാവൽ ചെയ്ത് എങ്ങനെയെങ്കിലും അവളുടെ കാലഘട്ടത്തിലേക്ക്, അതായത് 2023 തന്നെ പോണം കേട്ടോ. എന്തായാലും ആ സോംബികൾ അവരുടെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ടൈം ട്രാവൽ ചെയ്ത് നേരെ 2023 എത്തുകയാണ്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ സ്റ്റെല്ല ഒരു പരിവായിട്ടുണ്ടായിരുന്നു. അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത കോലത്തിൽ, ഒന്ന് എഴുന്നേൽക്കാൻ വരെ പറ്റുന്നില്ല. അപ്പൊ സ്റ്റെല്ല ആ റിങ്ങും അതുപോലെ തന്നെ ആ ഒരു ബ്രേസ്ലെറ്റും വാലന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യാനായിട്ട് ഈ ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ റിങ്ങുകളും എടുത്തുകൊണ്ട് നമ്മുടെ വാലൻ നേരെ ആ ഒരു മെഷീന്റെ അടുത്തേക്ക് പോവാണ്. അവളുടെ കൂടെ തന്നെ ഇപ്പൊ മോർഡിനുണ്ട്. ഈ നേരത്താണ് അങ്ങോട്ടേക്ക് ആ ഒരു ഭീകര രൂപം വരുന്നത്. അതായത് അത് ലിവാൻ തന്നെയാണ്, നമ്മുടെ അങ്കിൾ ജോയുടെ ആ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവര് തന്നെ. എന്നാൽ അതിന്റെ ശ്രദ്ധ നമ്മുടെ മോർഡിന് ഇപ്പൊ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അവനൊരു ട്രൈബായിട്ടുള്ള പയ്യനാണ്. ഈ മൃഗങ്ങളെ
കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അവന് നന്നായിട്ട് അറിയാം. എന്തായാലും ഇതേ സമയത്ത് തന്നെ നമ്മുടെ വാലൻ ചെന്ന് ആ റിങ്ങുകളും ബ്രേസ്ലെറ്റ് എല്ലാം ആ ഒരു മിഷനിൽ വെക്കുകയാണ്. പിന്നീട് ടോം, അതായത് സ്പേസിൽ എവിടെയോ പെട്ട് കിടക്കുന്ന ടോം തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഒരു വോയിസിലൂടെ അത് ഞെക്ക് ഇത് ഞെക്ക് എന്നൊക്കെ. ഇതിലൂടെ കറക്റ്റായിട്ട് വാലൻ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. ഇപ്പൊ അവസാനം ആ ഒരു റിങ്ങുകളെല്ലാം ഒത്തുചേർന്നു, മിഷീനൊക്കെ അതിന് പൂർണ്ണ രൂപത്തിലേക്ക് വന്നു. ഇതോട് കൂടിയിട്ട് ഈ ലാബ് ഉണ്ടല്ലോ, ഇതിന്റെ മുകളിലായിട്ട് വലിയൊരു എനർജി രൂപപ്പെടുകയാണ്. എനർജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു മാസീവ് ആയിട്ടുള്ള എനർജി. അത് പിന്നീട് ഒരു ബ്ലാക്ക് ഹോൾ പോലെ രൂപപ്പെട്ട് ഈ സമയത്തിന്റെ പല ഭാഗങ്ങളും ചിന്നിച്ചെതിരി കിടക്കുകയാണല്ലോ, ടൈം ലൈനൊക്കെ ആകെ തെറ്റിക്കിടക്കുന്നുണ്ടല്ലോ. ഇതിനെല്ലാത്തിനും ഈ ബ്ലാക്ക് ഹോൾ അബ്സോർബ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പതിയെ 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 ടൈം ലൈനെ ഇത് നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് വലിയൊരു ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. സോ അതോട് കൂടിയിട്ട് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചതിലൂടെ ഉണ്ടായ ആ സമയത്തിലെ പ്രശ്നങ്ങൾ, ടൈം ലൈനിലെ വേരിയേഷൻസ്, ഭൂമിയുടെ പല ഭാഗത്തായിട്ട് രൂപപ്പെട്ടു വന്ന വേം ഹോളുകൾ, ഇതെല്ലാം ഇല്ലാതാവുകയാണ്. അതായത് ഭൂമി പഴയതുപോലെ ആവുകയാണ്. ഭൂതകാലം, ഭാവികാലം, അതുപോലെ തന്നെ വർത്തമാനകാലം ഇതെല്ലാം സേഫാണ്. ആ ലാബിൽ വെച്ച് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റെല്ല ചെറിയൊരു മയക്കത്തിലേക്ക് പോവാണ്. ഇപ്പൊ അവളുടെ അരികിലേക്ക് അവളുടെ അച്ഛൻ ടോം വരുന്നുണ്ട്. ചെറിയ പ്രായത്തിലായിരിക്കുന്ന സ്റ്റെല്ലയോട് അവളുടെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം അവൾക്ക് ഓർമ്മ വരികയാണ്. അതായത് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിൽ തുടക്കമില്ല, ഒടുക്കമില്ല, ഒന്നുമില്ല, എല്ലാം ഇവിടെ സ്ഥായിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടം, വരാനിരിക്കുന്ന കാലഘട്ടം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, ഇതെല്ലാം എപ്പോഴും ഈ യൂണിവേഴ്സിൽ എക്സിസ്റ്റിംഗ് ആണ്. അനാവശ്യമായിട്ട് സമയത്തിലൂടെ പലരും സഞ്ചരിച്ചതുകൊണ്ടുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ സോൾവ് ആയിരിക്കുകയാണ്. അതായത് പഴയ കാലത്തിൽ ആ ഒരു സോംബി വൈറസ് അറ്റാക്ക് അതൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ അങ്കിൾ ജോയ് അദ്ദേഹത്തിന്റെ പ്രണയിനിയായിട്ടുള്ള ലുവാന്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ കോങ്ങിന്റെ കാലത്ത് സംഭവിച്ച ആ ഒരു വലിയ വെടിവെപ്പ് അതിനെന്തായാലും മാറ്റാൻ കഴിയില്ല. അത് സംഭവിച്ചു, അതിന്റെ വേദനയിൽ തന്നെയാണ് ഇപ്പൊ കോങ്. എന്നാലും ഒരുവിധം എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് അവസാനിച്ചു. പക്ഷെ ഇപ്പോ നമ്മുടെ സ്റ്റെല്ലയുടെ കയ്യിൽ ആ ഡിവൈസ് ഉണ്ട്, ആ ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ആ ഒരു സ്പിയറും, 5 മോതിരങ്ങൾ അടങ്ങുന്ന ആ സ്പിയർ. ഇത് വെച്ച് എന്തെല്ലാം കൺട്രോൾ ചെയ്യാം, ഗ്രാവിറ്റി, സമയം, ഈ യൂണിവേഴ്സിലൂടെ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപകാരപ്പെടുന്ന നാവിഗേഷൻ സിസ്റ്റം, ഇതെല്ലാം ഇപ്പൊ അവളുടെ കൈകൾക്കുള്ളിലാണ്. എന്ത് വേണമെങ്കിലും അവൾക്ക് ചെയ്യാം. ഇനി ഈ ലോകത്തിന്റെ ഭാവി കിടക്കുന്നത് സ്റ്റെല്ലയുടെ ആ കൈകളിലാണ്. അവൾ ആ ഒരു മെഷീൻ ഉപയോഗിക്കുകയോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിരിക്കും എല്ലാ കാര്യങ്ങളും. ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഇനി ഇപ്പോഴും ഈ കഥ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി സിമ്പിൾ ആയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 1960 കാലഘട്ടങ്ങളിൽ അമേരിക്കൻ ഗവൺമെന്റിന് ഒരുപാട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഏലിയൻ ഉപയോഗിച്ച് ഒരു ടെക്നോളജി കിട്ടുകയാണ്. ആ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടൈമും ഗ്രാവിറ്റിയും നാവിഗേഷനും ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ടെക്നോളജിയാണ്. എന്നാൽ അത് കണ്ടുപിടിച്ച ഏലിയൻ സിവിലൈസേഷൻ തന്നെ അത് കാരണം നശിച്ചു പോയിട്ടുണ്ട്. ഇതറിയാതെ മനുഷ്യർ അതുപയോഗിച്ച് എന്താ പറയാ, ഒരുപാട് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെ കരുതി പരീക്ഷണങ്ങൾ നടത്തി. അത് പാളി. അതിനായിട്ട് ഒരുപാട് ആളുകളെ കൊണ്ടുവന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന അങ്കിൾ ജോയും ലിവാനും ആ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കി അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു ടൈം ട്രാവലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് അവർ നേരെ ഐസേജിൽ പോയി. അവിടുന്ന് അവൾക്ക് വെടിയേറ്റപ്പോൾ നേരെ 5000 വർഷം മുന്നേ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലേക്ക് വന്നു. അപ്പൊ പട്ടാളക്കാരുടെ കയ്യിലുണ്ടായിരുന്ന സോംബി വൈറസ് റിലീസായി. അവിടെ സോംബി ഇൻഫെക്ഷൻസ് വന്നു. മാത്രമല്ല അവിടെ ആ സ്പിയറിന്റെ ഒരു ഭാഗം ലോസ് ആവുകയും ചെയ്തു. ഒരു റിംഗ് അവിടെ നഷ്ടമായി. അതുപോലെ തന്നെ ഇതിനുശേഷം ഇവർ നേരെ പോയത് ഫ്യൂച്ചറിലേക്കാണ്. ഫ്യൂച്ചറിൽ വെച്ചും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരു മോതിരം അവിടെ നഷ്ടമായി. ഇതിനുശേഷം 1970-80 കാലഘട്ടങ്ങളിലേക്ക് ഇവർ വന്നു. അവരവിടെ ജീവിച്ചു. പിന്നീട് നടന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ സ്റ്റെല്ലയ്ക്ക് അവളുടെ അച്ഛനായിട്ടുള്ള ടോമിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അയാൾ ആ ഒരു സമയത്തിന്റെ ട്രാപ്പിൽ പെട്ടുപോയി. അയാൾക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ എന്തായാലും എനിക്കറിയാം നല്ല കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇത് ഈ രീതിയിലെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു. ഓക്കെ, എന്തായാലും ഇതുപോലുള്ള കഥകൾ വേണോ വേണ്ടയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.